ശ്രുതിയും ജെൻസനും തന്നെയാണ് ഇപ്പോൾ വയനാട് നിന്നും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതും അറിയേണ്ടതുമായ വാർത്ത. അവർ ഒരു വാർത്ത മാത്രമല്ല, മലയാളികളുടെ ഒന്നടക്കം വേദനയാണ്. സർക്കാരിൻ്റെ കള്ളക്കണക്കുകൾ ഉൾപ്പെടെ പുറത്തു വന്നപ്പോഴും ആർക്കും അതിനെക്കുറിച്ച് അറിയാൻ തീരെ താല്പര്യമില്ല. പകരം ശ്രുതിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് തന്നെയാണ് എല്ലാവർക്കും അറിയേണ്ടത്. രണ്ടു കാലിലും സർജറി കഴിഞ്ഞിരിക്കുകയാണ് ശ്രുതിക്കിപ്പോൾ. ഉടനെ തന്നെ എഴുന്നേറ്റ് നടക്കാനുമാകും. ഇപ്പോൾ പിച്ച വെച്ചും ആരുടെയെങ്കിലും സഹായത്തോടെയൊക്കെ നടക്കാനും സാധിക്കും. ജെൻസിന്റെ സുഹൃത്തുക്കൾ ഓർത്തു പറയുന്നത് ജെൻസനെ അവസാനമായി ശ്രുതി കാണാൻ പോയപ്പോൾ പറഞ്ഞതാണ്. ഉറക്കെ കരയുന്നുണ്ടായിരുന്നു. ശ്രുതി ജെൻസന്റെ കാതിൽ അടുത്തെത്തി "ഞാനും വരും ഇച്ചായ" എന്ന് പറഞ്ഞപ്പോൾ കൂട്ടുകാരെല്ലാവരും ഒരു സമയം കൊണ്ട് നിശബ്ദരായിപ്പോയി. ശ്രുതിയോട് അങ്ങനെ പറയരുതേ എന്ന് പറഞ്ഞു പിടിച്ചുമാറ്റി. "ഒരിക്കലും അത് പറയരുത്. നിനക്കൊന്നും വരാതിരിക്കാൻ അല്ലേ അവൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അവന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് എന്തുകൊണ്ടാണെന്നറിയില്ല. പക്ഷെ നീ പറഞ്ഞത് അവൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല." ശ്രുതിയുടെ വായിൽ നിന്നും അങ്ങനെയൊരു വാക്ക് വന്നപ്പോൾ എല്ലാവർക്കും അതൊരു നൊമ്പരമായി മാറി. തകർന്നടിഞ്ഞു നിൽക്കുന്ന ശ്രുതിയുടെ വായിൽ നിന്നും അങ്ങനെയൊരു വാക്ക് വന്നപ്പോൾ എല്ലാവർക്കും അത് ഒരു നൊമ്പരമായി മാറി. അവൾക്കൊന്നും സംഭവിക്കാതിരിക്കാനാണ് അവൻ ആഗ്രഹിച്ചതും എല്ലാം ചെയ്തതും. അവളെ ഒറ്റക്കാക്കാനോ അവളെ ആരെങ്കിലും കരയിപ്പിച്ചാലോ അവന് വല്ലാത്ത ദേഷ്യം വരും. അതിനുവേണ്ടിയാണ് അവൻ ഇതെല്ലാം ചെയ്തത്. ഓടി നടന്ന് എത്രയും പെട്ടെന്ന് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള വിവാഹ തിരക്കിലായിരുന്നു ജെൻസൻ. അതിനിടയിലുള്ള പാച്ചിലിൽ വെച്ച് തന്നെയാണ് ഈ അപകടം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യമാണ് ശ്രുതിയെ നീ ഇപ്പോൾ പറഞ്ഞതെന്ന് ജെൻസന്റെ സുഹൃത്തുക്കൾ ഓർമ്മിപ്പിച്ചു. അവൾ പിന്നെ എന്ത് പറയാനാണ്? അവളുടെ മനസ്സിൽ നടക്കുന്ന സംഘട്ടനങ്ങൾ എന്തൊക്കെയായിരിക്കും? അവളിപ്പോൾ അനുഭവിക്കുന്ന വേദന നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും വേദനയായി മാറുകയാണ് ശ്രുതിയുടെ ഈ അവസ്ഥ. ആ പെൺകുട്ടി എന്ത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അവൾ ഈ പറഞ്ഞ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു. "എൻ്റെ ഇച്ചായ, എന്നെയും കൂട്ടിക്കൊണ്ടുപോ, ഞാനും വരും പുറകെ" എന്ന് അവൾ ഉറക്കെ പറയണമെങ്കിൽ അവളുടെ മനസ്സിൽ അത്രത്തോളം വിഷമമുണ്ട്. അവൾ അങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഭയമാണ്. എല്ലാവരും ഭയത്തോടെയും ശ്രദ്ധയോടെയും തന്നെയാണ് ശ്രുതിയെ നോക്കുന്നത്. ആരോടും മിണ്ടാത്ത അവസ്ഥയാണ് ശ്രുതിക്ക് ഇപ്പോൾ. ആരോടും സംസാരിക്കാൻ തോന്നുന്നില്ല എന്നാണ് ശ്രുതി പറയുന്നത്. അത് കണ്ടു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഓരോരുത്തരും. എല്ലാവർക്കും നൊമ്പരമാണ് എന്ന് എടുത്തു പറയാനുണ്ട്. കാരണം അത്രമാത്രം പ്രേക്ഷകർ എല്ലാവരും ഇപ്പോൾ ശ്രുതിയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. ഇപ്പോൾ നിരവധി പേർ ഈ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതും സംസാരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ വഴി തന്നെയാണ്. നിരവധി പേർ ഇപ്പോൾ ജെൻസനു വേണ്ടി ശ്രുതിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജെൻസൻ ഇപ്പോൾ ജീവനോടെയില്ല എങ്കിലും അവനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാരണം അത്രമാത്രം നല്ലവനാണ്. ഒരു നാട് മുഴുവൻ ഇടിച്ചു പോയപ്പോഴും ഒരു കുടുംബം മുഴുവൻ നശിച്ചു പോയപ്പോഴും ഒന്നുമില്ലാതെ നിന്ന പെൺകുട്ടിയെ നെഞ്ചോട് ചേർത്ത് 10 വർഷത്തെ പ്രണയത്തിൻ്റെ സ്നേഹമാണ് യഥാർത്ഥ പ്രണയം. യഥാർത്ഥ ഒരു കാമുകൻ്റെ വാശിയുമാണ് നമ്മൾ കണ്ടത്. അത് എല്ലാവരെയും വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സ്നേഹത്തിൻ്റെ ബലത്തിൽ തന്നെയാണ് അവൾ ജീവിക്കുന്നത്. അവൾ ഇപ്പോഴും അവൻ്റെ ഓർമ്മയിലാണ്. ഫോണുകളിൽ അവൻ്റെ ചിത്രങ്ങൾ നോക്കിയിരിക്കും. മനസ്സിൽ അവൻ്റെ ഓർമ്മകൾ. അതും പേറിയിട്ടാണ് ആ ആശുപത്രി മുറിയിൽ വരാന്തയിലൊക്കെ കഴിച്ചു കൂട്ടുന്നത്. അവളുടെ മനസ്സ് മുഴുവൻ ജെൻസനോടൊപ്പമാണ്. ഒരുപാട് യാത്രകൾ, ഒരുപാട് സന്തോഷ നിമിഷങ്ങൾ, ചിത്രങ്ങൾ, ഒരുമിച്ച് പഠിച്ചു കളിച്ചു വളർന്ന കാലങ്ങൾ, ഇതെല്ലാം തന്നെയാണ് ശ്രുതി ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നത്. പുതിയ ന്യൂസ് അപ്ഡേറ്റിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക.